ധ്യാൻ ശ്രീനിവാസന്റെ ഓശാന OTTയിൽ പ്രദർശനത്തിനെത്തിയപ്പോൾ പ്രധാന വില്ലനായി അഭിനയിച്ച ഇടുക്കി സ്വദേശി ഇസ്രയേലിലെ യുദ്ധഭൂമിയിലാണ്. പ്രണയവും കലാലയ ജീവിതവും സിനിമയുടെ കാതലായപ്പോൾ OTTയിൽ കരുത്തുകാട്ടുകയാണ് ഓശാന. നവാഗതനായ NV മനോജ് സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഓശാന OTT റിലീസായപ്പോൾ ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഇടുക്കി സ്വദേശി ടിൻസ് ജെയിംസ് വിദേശത്താണ്. ചിത്രത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന കശാപ്പുകാരന്റെ വേഷം ചെയ്ത ടിൻസ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തപ്പോൾ കാണാനാകാതെ ഇസ്രയേലിൽ ജോലിസ്ഥലത്തായിരുന്നു. ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷമാണ് ഏറെ ഇഷ്ടപ്പെട്ട സിനിമാ മേഖലയെ വിട്ട ടിൻസ് വിദേശത്തേക്ക് പോയത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്താണ് സിനിമയുടെ റിലീസിങ്ങിന് കാത്തുനിൽക്കാതെ ടിൻസ് ഇസ്രയേലിൽ എത്തിയത്. ഡബ്ബിംഗ് സമയത്ത് ചിത്രത്തിന്റെ ചില രംഗങ്ങൾ കാണാനായി എങ്കിലും OTTയിലൂടെ സിനിമ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഏറെ സന്തോഷം നൽകുന്നതായി ടിൻസ് പ്രതികരിച്ചു. കഴിഞ്ഞ നവംബറിലായിരുന്നു സിനിമ റിലീസായത്. പക്ഷേ അന്ന് ഞാനിവിടെ ഇസ്രായേലിലായതുകൊണ്ട് എനിക്കത് കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നെ കാത്ത് ഇരുന്ന് ഈ മാസം അത് റിലീസായത്. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ സാധിച്ചെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണമായൊരു ഔട്ട്പുട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഇപ്പോഴാണ്. എന്തായാലും ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ തിയേറ്ററിൽ അത് ഒരു സിനിമയുടെ യഥാർത്ഥ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ OTTയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രേക്ഷകർ അത് കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിലവിൽ ടെല്ലവീവിൽ ഫുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ് സിനിമയുടെ സംഘടന സംവിധായകൻ കൂടിയായ ടിൻസ്. ഇതിനു മുമ്പ് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത കുൻഫു മാസ്റ്റർ എന്ന സിനിമയിലൂടെയാണ് ടിൻസ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് അപ്സര, അൻപരശൻ, കാതൽ, 1985 എന്നീ ചിത്രങ്ങളുടെ സ്വതന്ത്ര സംഘടന സംവിധായകനായി. 25 വർഷമായി ആയോധനകല അഭ്യസിക്കുന്ന ഇദ്ദേഹം കഴിഞ്ഞ 1 വർഷമായി ഇസ്രായേലിന്റെ സൈനിക ആയോധന കലയായ ക്രാവു മാഗ പരിശീലിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഈ ഫീൽഡിലുണ്ട്. അവർ തന്നെ പല വേഷങ്ങൾക്കായിട്ടും വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇസ്രായേലിലെത്തി ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇനി കുറച്ച് നാൾ കൂടി ഇവിടെ നിന്ന് നമ്മുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർത്തിട്ട് തിരികെ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരികെ എത്തിയതിന് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വാഴത്തോപ്പ് സ്വദേശിയാണ് ടിൻസ്. ഭാര്യ ജൂലിയ. ഡേവിഡ്, മോറിറ്റ്, കാർമിയ എന്നിവർ മക്കളാണ്. മകൻ ഡേവിഡ് ഹാർവേയും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ജരാനരകൾ ബാധിച്ച മനസ്സിനെ പോലും പ്രണയം എങ്ങനെ അതിജീവിപ്പിക്കും എന്ന വ്യക്തമാക്കുന്ന വിധത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, ബാലാജി, ബോബൻ സാമുവൽ, വർഷ വിശ്വനാഥ്, അൽതാഫ്, സാബുമോൻ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമാണ്. ഇടുക്കി, ഹൈദരാബാദ്, കോട്ടയം എന്നിവിടങ്ങളിലാണ് ചിത്രം പൂർത്തീകരിച്ചത്. ചിത്രത്തിലെ ഗാനരംഗങ്ങൾ ഇതിനോടകം ജനസ്വീകാര്യത ഏറ്റുവാങ്ങിയിരുന്നു.